നമസ്കാരം. ഇത് വെഡ്ഡിംഗ് മാട്രിമോണി നിങ്ങൾ കുറേ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് ക്രിസ്ത്യാനിത്തിൽ ഓർത്തഡോക്സ് സഭ അവരുണ്ട്, പിന്നെ നിറയെ ക്രിസ്ത്യാനിത്തിൽ ലീഡ് വന്നിട്ടുണ്ട്. എല്ലാ പിള്ളേരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ മുഴുവൻ നല്ല ജോലിയുള്ള പിള്ളേരാണ്. പിന്നെ അതുപോലെ എയർപോർട്ട് ജോലിയുള്ള കുട്ടികളുണ്ട്, ദുബായിലാണ്. അപ്പം അങ്ങനെ കുറേ കുട്ടികളുണ്ട്, നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്, എയറോനോട്ടിക് എഞ്ചിനീയർ പിള്ളേർ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ക്രിസ്ത്യാനിത്തിൻ്റെ ലേഡീസ് വന്നിട്ടില്ല, പിന്നെ കുറച്ച് പേരെ വന്നിട്ട് വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലേഡീസ്, നല്ല ജോബുള്ളവരും UK വർക്ക് ചെയ്യുന്നവരും ശരി, UAE നമുക്ക് കുറേ UK നിന്നൊക്കെ കണ്ടമാനം കോളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് തിരിച്ച് അവർ നമ്മൾ വിളിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ പറയും. കാരണം ക്രിസ്ത്യാനിത്തിൽ കുറേ പേര് എന്നെ വിളിച്ചിട്ട് നമുക്ക് കറക്റ്റ് റെസ്പോൺസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വർക്ക് ഓക്കെ ബയോഡേറ്റയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, നമുക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യാൻ പറ്റാത്ത കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേഡീസ് കമ്മിയായതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് വേറെ ഒന്നും വിചാരിക്കേണ്ട. അവർക്കറിയാം. അവർ എന്നെ ആദ്യം വിളിക്കുമ്പോൾ തന്നെ ഇത് ജെന്യുവിനാണോ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ മാട്രിമോണി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് അവർ അങ്ങനെ ചോദിച്ചു വരുന്നത് തന്നെ. അപ്പോൾ ഈ പറ്റിക്കപ്പെടലില്ലാതെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് ചെയ്യാം, മാക്സിമം നമ്മളെ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാം. കാരണം ഇത്രയും നമ്മൾ വിശ്വസിച്ച് വരുന്ന ഒരുപാട് ആൾക്കാർക്ക് നമ്മളെ വെഡ്ഡിംഗ് മാട്രിമോണി കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ കഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം നമ്മളെ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഞാൻ പറയാറുണ്ട്, മാക്സിമം ഈ ലേഡീസ് വരാത്തതുകൊണ്ടാണ് ജെൻസിന് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല പറയാമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ ബയോഡേറ്റ എടുത്ത് വെച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾക്ക് കൂടുതൽ അവരായിട്ട് പെൺകുട്ടികളുടെ ഡാറ്റ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ്റെ നിന്ന് രജിസ്ട്രേഷൻ ഫീസ് ഞങ്ങൾ വാങ്ങും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ തന്നെ അവൻ്റെ മാക്സിമം കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പം ക്രിസ്ത്യാനികൾ പറയുമ്പോൾ ക്രിസ്ത്യൻസ് മാത്രമല്ല, മുസ്ലിംസിലും കുറച്ച് പേര് വന്നിട്ടുണ്ട്. മുസ്ലിംസ് കണ്ടമാൻ പിള്ളേരെ വന്നിരിക്കുന്നത്, സെക്കൻഡ് മാരേജ് കണ്ടമാനം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റല്ലേ അതിന് പെൺകുട്ടികൾ വന്നാലേ ഇത് ചെയ്തു കൊടുക്കാൻ പറ്റും. ഹിന്ദുക്കൾ അതുപോലെ കണ്ടമാനം ഹിന്ദു ക്രിസ്ത്യനെ നിറയെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നായരിൽ കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക തെറ്റിദ്ധരിക്കേണ്ട, നമ്മളിപ്പോൾ ജെന്യുവിനായിട്ട് മാക്സിമം ചെയ്യുന്ന ഇപ്പോൾ ഈ അധികം ആൾക്കാർ ഈ മാട്രിമോണിയിൽ പറ്റിക്കപ്പെടുന്നതുകൊണ്ടേ സത്യം നിങ്ങളോട് പറയാം, പറ്റിക്കപ്പെടുന്ന അവർ ഏത് കണ്ടാലും ഈ എന്താ പറയുക, ഈ പച്ചക്കണ്ണാടി വെച്ച് തന്നെ കാണുന്ന മുഴുവൻ പച്ച കളറായി കാണുന്നു പറഞ്ഞ പോലെ ഏത് മാട്രിമോണി എന്ന് പറഞ്ഞാൽ പറ്റിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും നമ്മളെ കാണുന്ന സമയത്ത് ഏത് മാട്രിമോണി തുടങ്ങിയാലും അത് ജെന്യുവിനാ ഫേക്കൊന്നും അറിയില്ല. പക്ഷേ എങ്കിലും എല്ലാവരും ഒരേപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കാം, നിങ്ങൾക്കറിയാം. പക്ഷേ വേറെ ഓപ്ഷനില്ല, വീണ്ടും അതിൽ തന്നെ മാറ്റിക്കൊണ്ട് നമ്മൾ അതിൽ പെട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ മാട്രിമോണിയിൽ നിങ്ങൾക്ക് വിളിച്ച് സംസാരിച്ചവർക്ക് അറിയാൻ പറ്റും. കാരണം വെച്ചാൽ നമ്മൾ ജെന്യുവിനായിട്ട് ഞാൻ പറയണേ, രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വീഡിയോ തരാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യും, രജിസ്ട്രേഷൻ എടുക്കുള്ളൂ. അല്ലാതെ വെറുതെ എല്ലാവരും വരുന്നതിനും പോകണതിനെ കൊണ്ട് പൈസ വാങ്ങിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആഗ്രഹമുള്ളവർക്ക് വിളിക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആവശ്യക്കാർക്കല്ല അത്യാവശ്യക്കാർക്കാണ് ഈ മാട്രിമോണി എന്ന് പറയുന്നത്. അപ്പോൾ കല്യാണം കഴിക്കണം എന്നാഗ്രഹമുള്ളവർ മാത്രം വിളിക്കുക, വെറുതെ സംസാരിച്ച സമയങ്ങളെ വിളിക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എന്താ വെച്ചാൽ മാക്സിമം നമ്മൾ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുക. അതിനടിയിൽ തന്നെ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കുക കേട്ടോ.